അപ്പസ്തോലിക യാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ പപ്പുവ ന്യൂഗിനിയയിൽ ഫ്രാൻസിസ് പാപ്പ എത്തി. 3 ലക്ഷം ആളുകളാണ് രാജ്യത്തെ എല്ലാ രൂപതകളിൽ നിന്നുമായി പാപ്പായെ കാണാനെത്തിയിരിക്കുന്നത്. അവയിൽ ചിലർ പാപ്പായെ കാണാനെത്തിയത് 3 ആഴ്ചയോളം കാൽനടയായി സഞ്ചരിച്ചാണ്. കത്തോലിക്ക സഭയുടെ 1126 മിഷൻ പ്രദേശങ്ങളിലൊന്നാണ് പപ്പുവ ന്യൂഗിനിയ. ഈ പ്രദേശത്ത് ആദ്യമായി സുവിശേഷം പങ്കുവയ്ക്കപ്പെട്ടത് 1889-ലാണ്. ഇപ്പോൾ ജനസംഖ്യയുടെ 30% ആളുകളും കത്തോലിക്കരാണ്. ഇത് ഓരോ വർഷവും 40,000 എന്ന തോതിൽ വർദ്ധിക്കുകയാണ്. രാജ്യത്തെ 19 രൂപതകളിലായി 600 വൈദികർ 400 ഇടവകകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അനാഥാലയങ്ങൾ, ആശുപത്രികൾ എന്നിങ്ങനെ 800-ലധികം സാമൂഹിക സ്ഥാപനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നു. സ്പെയിനിലെ പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികൾ നൽകിയ കണക്കുകൾ അനുസരിച്ച് കത്തോലിക്ക സഭയ്ക്ക് പ്രദേശത്ത് ഏകദേശം 3500 സ്കൂളുകളുണ്ട്. സെപ്റ്റംബർ 6-ന് പോർട്ട് മൊറേസ്ബിയയിലെ ജാക്സൺസ് എയർപോർട്ടിൽ ഏകദേശം 6 മണിക്കൂർ വ്യോമയാത്രയ്ക്ക് ശേഷമാണ് പാപ്പ എത്തിയത്. പോർട്ട് മൊറേസ്ബിയയിൽ താമസിക്കുന്ന അവസരത്തിൽ പാപ്പ, ഗവർണർ, മറ്റധികാരികൾ, നയതന്ത്ര സേനാംഗങ്ങൾ, പ്രധാനമന്ത്രി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വത്തിക്കാൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് പപ്പുവ ന്യൂഗിനിയയിൽ പാപ്പ തെരുവുകുട്ടികളെ സന്ദർശിക്കുകയും രാജ്യത്തെ ബിഷപ്പുമാരുമായും മതനേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയും പതിവ് പോലെ വിശുദ്ധ കുർബാനയോടെ സന്ദർശനം അവസാനിപ്പിക്കുകയും ചെയ്യും. സെപ്റ്റംബർ 8 ഞായറാഴ്ച വടക്ക് പടിഞ്ഞാറൻ പപ്പുവ ന്യൂഗിനിയയിലെ സാൻഡൗൺ പ്രവിശ്യയുടെ തലസ്ഥാനമായ വാനിമോയിലേക്ക് പാപ്പ യാത്ര തിരിക്കും.